ഇന്ന് ദിവസം 235. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജെറമിയ അധ്യായം 14-15, എസെക്കിയേൽ അധ്യായം 43-44, സുഭാഷിതങ്ങൾ അധ്യായം 15, 13 മുതൽ 16 വരെ വാക്യങ്ങൾ. ജെറമിയ അധ്യായം 14. കൊടിയ വരൾച്ച. വരൾച്ചയെ സംബന്ധിച്ച് ജെറമിയയ്ക്ക് കർത്താവിൽ നിന്ന് ലഭിച്ച അരുളപ്പാട്. യൂദാ വിലപിക്കുന്നു, അവളുടെ നഗരങ്ങൾ ദുർബലമായിരിക്കുന്നു, അവളുടെ ജനം നിലത്ത് വീണ് കരയുന്നു, ജെറുസലേമിൻ്റെ രോദനമുയരുന്നു. അവളുടെ പ്രഭുക്കന്മാർ വെള്ളത്തിന് സേവകരെ പറഞ്ഞുവിടുന്നു, അവർ കിണറ്റുകരയിലെത്തുന്നു, വെള്ളം കിട്ടാതെ ഒഴിഞ്ഞ പാത്രങ്ങളുമായി തിരിച്ചു പോകുന്നു. ലജ്ജയും വിസ്മയവും നിമിത്തം അവർ തങ്ങളുടെ തല മൂടുന്നു. നാട്ടിൽ മഴ പെയ്യാത്തതുകൊണ്ട് ഭൂമി വരണ്ടു, കൃഷിക്കാർ ആകുലരായി അവർ തല മൂടുന്നു. മാൻപേട പെറ്റ കുഞ്ഞിനെ പുല്ലില്ലാത്തതുകൊണ്ട് വയലിൽ ഉപേക്ഷിച്ചു പോകുന്നു. കാട്ടുകഴുതകൾ ശൂന്യമായ കുന്നുകളിൽ നിന്ന് വായുവിനായി കുറുനരിയെപ്പോലെ അണയ്ക്കുന്നു. തീറ്റയില്ലാത്തതുകൊണ്ട് അവയുടെ കാഴ്ച മങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു, എങ്കിലും അവിടുത്തെ നാമത്തെ പ്രതി അങ്ങ് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ വീഴ്ചകൾ നിരവധിയാണ്, അങ്ങേക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു. ഇസ്രായേലിൻ്റെ പ്രതീക്ഷയും ദുരിതത്തിൽ അവളുടെ രക്ഷകനുമായ അവിടുന്ന് എന്തുകൊണ്ടാണ് ദേശത്ത് ഒരപരിചിതനെ പോലെയും രാത്രിയിൽ സങ്കേതം അന്വേഷിക്കുന്ന വഴിയാത്രക്കാരനെ പോലെയും പെരുമാറുന്നത്? അങ്ങ് സംശയഗ്രസ്തനെ പോലെയും സഹായിക്കാൻ ശക്തിയില്ലാത്ത യോദ്ധാവിനെ പോലെയും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യമുണ്ട്, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അറിയപ്പെടുന്നു. ഞങ്ങളെ വിട്ടുപോകരുതേ. ഈ ജനത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, ഇവർ ഇതുപോലെ അലയാനാണ് ഇഷ്ടപ്പെട്ടത്. കാലുകളെ അവർ നിയന്ത്രിച്ചില്ല, അതുകൊണ്ട് അവർ കർത്താവിന് സ്വീകാര്യരല്ല. അപ്പോൾ അവിടുന്ന് അവരുടെ തിന്മകൾ ഓർക്കുകയും പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കുകയും ചെയ്യും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട. അവർ ഉപവാസം അനുഷ്ഠിച്ചാലും അവരുടെ കരച്ചിൽ ഞാൻ കേൾക്കുകയില്ല. അവരുടെ ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയില്ല. ഞാൻ അവരെ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധികളാലും നശിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, നിങ്ങൾ വാൾ കാണേണ്ടി വരികയില്ല, നിങ്ങൾക്ക് പട്ടിണിയുണ്ടാവുകയില്ല, ഞാൻ നിങ്ങൾക്ക് ഈ ദേശത്ത് സമാധാനം ഉറപ്പുവരുത്തും എന്നാണല്ലോ പ്രവാചകന്മാർ അവരോട് പറയുന്നത്. കർത്താവിനോട് അരുളി ചെയ്തു, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജപ്രവചനം നടത്തുന്നു. അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവർ വ്യാജദർശനവും പൊള്ളയായ പ്രവചനങ്ങളും സ്വന്തം സ്വപ്നങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ നാമത്തിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ പറ്റി കർത്താവായ ഞാൻ പറയുന്നു, അവരെ ഞാൻ അയച്ചതല്ല. എന്നിട്ടും അവർ ഈ ദേശത്ത് വാളും പട്ടിണിയും വരികയില്ല എന്ന് പ്രവചിക്കുന്നു. വാളും പട്ടിണിയും അവരെ നശിപ്പിക്കും. അവരുടെ പ്രവചനം കേട്ട ജനം പട്ടിണിക്കും വാളിനും ഇരയായി ജെറുസലേം തെരുവുകളിൽ വലിച്ചെറിയപ്പെടും. അവരെയോ അവരുടെ ഭാര്യമാരെയോ പുത്രന്മാരെയോ പുത്രിമാരെയോ സംസ്കരിക്കാൻ ആരും കാണുകയില്ല. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരുടെ മേൽ തന്നെ ഞാൻ ചൊരിയും. നീ അവരോട് പറയണം, എൻ്റെ കണ്ണുകളിൽ നിന്ന് രാപകൽ കണ്ണീരൊഴുകട്ടെ, കണ്ണുനീർ പ്രവാഹം നിലയ്ക്കാതിരിക്കട്ടെ. എന്തെന്നാൽ എൻ്റെ ജനത്തിന് മാരകമായി മുറിവേറ്റിരിക്കുന്നു. അവർ കഠിനമർദ്ദനത്തിന് ഇരയായി നാട്ടിൻപുറത്ത് ചെന്നാൽ അവിടെ വാളാൽ വെട്ടിവീഴ്ത്തപ്പെട്ടവർ, നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ പട്ടിണി കൊണ്ട് രോഗം ബാധിച്ചവർ. പ്രവാചകനും പുരോഹിതനും നാടുനീളെ അലയുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. അവിടുന്ന് യൂദായെ നിശേഷം പരിത്യജിച്ചുവോ? ഉള്ളുകൊണ്ട് സിയോനെ വെറുക്കുന്നുവോ? സുഖം പ്രാപിക്കാനാവാത്ത വിധം എന്തിനാണ് ഞങ്ങളെ അങ്ങ് പ്രഹരിച്ചത്? ഞങ്ങൾ സമാധാനം അന്വേഷിച്ചു, ഫലമുണ്ടായില്ല. രോഗശാന്തിക്ക് വേണ്ടി കാത്തിരുന്നു, എന്നാൽ പരിഭ്രാന്തി മാത്രം. കർത്താവേ, ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകളും ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുതേ. അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തെ അവമാനിക്കരുതേ. ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ, അത് ലംഘിക്കരുത്. ജനതകളുടെ ദേവന്മാർക്കിടയിൽ മഴ പെയ്യിക്കാൻ ശക്തിയുള്ള ആരെങ്കിലുമുണ്ടോ? ആകാശത്തിന് മാരി വർഷിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ ദൈവമായ കർത്താവ് അത് ചെയ്യുന്നവൻ അങ്ങ് മാത്രമാണല്ലോ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു. ഇവയെല്ലാം പ്രവർത്തിക്കുന്നവൻ അവിടുന്നാണ്. ജെറമിയ അധ്യായം 15. യൂദായ്ക്ക് നാശം.
കർത്താവ് എന്നോട് അരുളി ചെയ്തു, മോശെയും സാമുവലും എൻ്റെ മുൻപിൽ നിന്ന് യാചിച്ചാൽ പോലും ഈ ജനത്തിൻ്റെ നേർക്ക് ഞാൻ കരുണ കാണിക്കുകയില്ല. എൻ്റെ മുൻപിൽ നിന്ന് അവരെ പറഞ്ഞയക്കുക, അവർ പോകട്ടെ. എങ്ങോട്ടാണ് പോവുക എന്ന് അവർ ചോദിച്ചാൽ നീ അവരോട് പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, മഹാമാരിക്കുള്ളവർ മഹാമാരിയിലേക്ക്, വാളിനുള്ളവർ വാൾത്തലയിലേക്ക്, പട്ടിണിക്കുള്ളവർ പട്ടിണിയിലേക്ക്, അടിമത്തത്തിനുള്ളവർ അടിമത്തത്തിലേക്ക്. കർത്താവ് അരുളി ചെയ്യുന്നു, 4 തരം വിനാശകരെ ഞാൻ അവരുടെ മേലയക്കും. വധിക്കാൻ വാൾ, പിച്ചിച്ചീന്താൻ നായ്ക്കൾ, കടിച്ചു കീറാനും നശിപ്പിക്കാനും ആകാശപ്പറവകളും ഭൂമിയിലെ ഹിംസ്രജന്തുക്കളും. ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ബീഭത്സവസ്തുവായി മാറ്റും. യൂദാ രാജാവായ ഹെസക്കിയായുടെ മകൻ മനാസെ ജെറുസലേമിൽ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളുടെ ഫലമാണിത്. കർത്താവ് അരുളി ചെയ്യുന്നു, ജെറുസലേം, ആര് നിന്നോട് കരുണ കാണിക്കും? ആര് നിന്റെ മേൽ സഹതാപം പ്രകടിപ്പിക്കും? നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ ആര് നിൽക്കും? നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് പുറംതിരിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിനക്കെതിരെ കൈനീട്ടി നിന്നെ നശിപ്പിച്ചു. ദയ കാണിച്ച് ഞാൻ മടുത്തു. അവരുടെ നാട്ടിലെ പട്ടണങ്ങളിൽ വെച്ച് വീശുമുറം കൊണ്ട് ഞാൻ അവരെ പാറ്റി. ഉറ്റവരുടെ വേർപാടിലുള്ള വേദന അവരിൽ ഞാൻ ഉളവാക്കി. എൻ്റെ ജനത്തെ ഞാൻ നശിപ്പിച്ചു. എന്നിട്ടും അവർ തങ്ങളുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അവരുടെ വിധവകളുടെ സംഖ്യ കടൽ തീരത്തെ മണലിനേക്കാൾ ഞാൻ വർദ്ധിപ്പിച്ചു. യുവാക്കന്മാരുടെ മാതാക്കളുടെ മേൽ നട്ടുച്ചയ്ക്ക് ഞാൻ വിനാശകനെ അയച്ചു. കഠിനവേദനയും ഭീതിയും അവരുടെ മേൽ പെട്ടെന്ന് പതിക്കാൻ ഞാൻ ഇടയാക്കി. 7 മക്കളുടെ അമ്മയായവൾ ക്ഷീണിച്ചു തളർന്നു. അവൾ അന്ത്യശ്വാസം വലിച്ചു. പകൽ നേരത്ത് തന്നെ അവളുടെ സൂര്യൻ അസ്തമിച്ചു. ലജ്ജയും അവമാനവും മാത്രം അവൾക്ക് അവശേഷിച്ചു. ശേഷിക്കുന്നവരെ ഞാൻ അവരുടെ ശത്രുക്കളുടെ മുൻപിൽ വെച്ച് വാളിനിരയാക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അമ്മേ, എനിക്ക് ദുരിതം. നാട്ടിലെങ്ങും കലഹത്തിനും കലാപത്തിനും കാരണക്കാരനാകാൻ എന്നെ നീ പ്രസവിച്ചതെന്തിന്? ഞാൻ കടം കൊടുത്തില്ല, വാങ്ങിയിട്ടുമില്ല. എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു. കർത്താവേ, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയോ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി യാചിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്രകാരം സംഭവിച്ചു കൊള്ളട്ടെ. വടക്കു നിന്നുള്ള ഇരുമ്പോ പിത്തളയോ ആർക്കെങ്കിലും ഒടിക്കാനാവുമോ? നിന്റെ പാപങ്ങൾ മൂലം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും വില കൂടാതെ കവർച്ച വസ്തുക്കളെപ്പോലെ രാജ്യത്തുടനീളം ഞാൻ വിതരണം ചെയ്യും. നിങ്ങൾക്ക് അപരിചിതമായ ഒരു ദേശത്തേക്ക് ശത്രുക്കൾക്ക് അടിമകളായി നിങ്ങളെ ഞാൻ അയക്കും. എന്തെന്നാൽ നിങ്ങളെ ദഹിപ്പിക്കാൻ എൻ്റെ കോപാഗ്നി കത്തിപ്പടരുന്നു. കർത്താവെ, അങ്ങേക്കറിയാമല്ലോ. എന്നെ അനുസ്മരിക്കണമേ, എന്നെ സന്ദർശിക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവരോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ. അങ്ങയുടെ ക്ഷമയാൽ ശത്രുക്കളെ എന്നെ നശിപ്പിക്കാൻ ഇടയാക്കരുതേ. ഞാൻ അപമാനിതനാകുന്നതിന് അങ്ങേക്ക് വേണ്ടിയാണെന്ന് ഗ്രഹിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല. അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. അമർഷം കൊണ്ട് അങ്ങനെ നിറച്ചിരുന്നു. എന്താണ് എൻ്റെ വേദന മാറാത്തത്? എൻ്റെ മുറിവുണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്? ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെപ്പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ? കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. അവർ നിൻ്റെ അടുക്കലേക്ക് വരും, നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയില്ല. ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും, അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും. എസെക്കിയേൽ അധ്യായം 43. കർത്താവിൻ്റെ മഹത്വം മടങ്ങി വരുന്നു. പിന്നീട് അവൻ എന്നെ കിഴക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുവന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അതാ കിഴക്ക് നിന്ന് വരുന്നു. അവിടുത്തെ ആഗമനത്തിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയായിരുന്നു. ഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. നഗരം നശിപ്പിക്കാൻ അവിടുന്ന് വന്നപ്പോൾ എനിക്കുണ്ടായ ദർശനവും
കേബാർ നദീതീരത്ത് വെച്ച് എനിക്കുണ്ടായ ദർശനവും പോലെ തന്നെയായിരുന്നു ഇപ്പോഴത്തേതും. ഞാൻ കമിഴ്ന്നു വീണു. കർത്താവിൻ്റെ മഹത്വം കിഴക്കേ പടിപ്പുരയിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ആത്മാവെന്നെ ഉയർത്തി ഉള്ളിലെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. അതാ ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ മനുഷ്യൻ അപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ദേവാലയത്തിനകത്ത് നിന്ന് ആരോ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് ഇപ്രകാരമായിരുന്നു: മനുഷ്യപുത്ര, എൻ്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ്. ഇസ്രായേൽ ഭവനം അവരോ അവരുടെ രാജാക്കന്മാരോ തങ്ങളുടെ വ്യഭിചാരം കൊണ്ടും രാജാക്കന്മാരുടെ മൃതശരീരങ്ങൾ കൊണ്ടും എൻ്റെ പരിശുദ്ധ നാമം മേലിൽ അശുദ്ധമാക്കുകയില്ല. അവർ തങ്ങളുടെ ഉമ്മറപ്പടികളും വാതിൽപ്പടികളും എൻ്റെ ഉമ്മറപ്പടികൾക്കും വാതിൽപ്പടികൾക്കും അരികിൽ സ്ഥാപിച്ചു. അവർക്കും എനിക്കുമിടയിൽ ഒരു ഭിത്തി മാത്രമേ ഉള്ളൂ. തങ്ങളുടെ മേച്ചലുകൾ വഴി എൻ്റെ പരിശുദ്ധ നാമത്തെ അവർ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ അവരെ എൻ്റെ കോപത്തിൽ നശിപ്പിച്ചു. അവർ തങ്ങളുടെ അവിശ്വസ്തതയും രാജാക്കന്മാരുടെ മൃതശരീരങ്ങളും എന്നിൽ നിന്നും ദൂരെ മാറ്റട്ടെ. അപ്പോൾ ഞാൻ അവരുടെ മധ്യേ എന്നെന്നും വസിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം തങ്ങളുടെ അകൃത്യങ്ങളെപ്പറ്റി ലജ്ജിക്കേണ്ടതിന് ദേവാലയവും അതിൻ്റെ അളവും രൂപവും നീ അവർക്ക് വിവരിച്ചു കൊടുക്കുക. തങ്ങൾ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളെയും പറ്റി അവർ ലജ്ജിക്കുകയാണെങ്കിൽ ദേവാലയവും അതിൻ്റെ സംവിധാനവും പുറത്തേക്കും അകത്തേക്കുമുള്ള മാർഗങ്ങളും അതിൻ്റെ പൂർണ്ണ രൂപവും കാണിച്ചു കൊടുക്കുക. അതിൻ്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അവരെ അറിയിക്കുക. ഈ നിയമങ്ങളും ചട്ടങ്ങളും അവർ പാലിക്കേണ്ടതിന് അവർ കാണുകെ അവ എഴുതി വയ്ക്കുക. ദേവാലയത്തിൻ്റെ നിയമം ഇതാണ്: മലമുകളിൽ ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ ഏറ്റവും വിശുദ്ധമായിരിക്കും. ഇതാണ് ദേവാലയത്തിൻ്റെ നിയമം. ബലിപീഠത്തിൻ്റെ അളവുകൾ മുഴം കണക്കിന്, ഒരു സാധാരണ മുഴവും കൈപ്പത്തിയും ചേർന്നത് ഇവയാണ്. ഇതിൻ്റെ അടിത്തറയ്ക്ക് 1 മുഴം കനവും 1 മുഴം വീതിയും, അതിൻ്റെ വക്ക് 1 ചാൺ തള്ളി നിൽക്കണം. ബലിപീഠത്തിൻ്റെ ഉയരം ഇതാണ്: അടിത്തറ മുതൽ അടിത്തട്ട് വരെ 2 മുഴം ഉയരവും 1 മുഴം വീതിയും, അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ 4 മുഴം വീതിയും. ബലിപീഠത്തിൻ്റെ അടുപ്പിന് 4 മുഴം ഉയരം, അതിന്മേൽ ഓരോ മുഴം ഉയരത്തിൽ തള്ളി നിൽക്കുന്ന 4 കൊമ്പുകൾ. 12 മുഴം നീളവും 12 മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം അടുപ്പ്. 14 മുഴം നീളവും 14 മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം ബലിപീഠത്തിൻ്റെ തട്ട്. ചുറ്റുമുള്ളവയ്ക്ക് 1/2 മുഴവും ചുവട് ചുറ്റും 1 മുഴവും വീതിയിലായിരിക്കണം. ബലിപീഠത്തിൻ്റെ പടികൾ കിഴക്കോട്ട് ദർശനമായിരിക്കണം. അവൻ എന്നോട് പറഞ്ഞു: മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ബലിപീഠത്തെ സംബന്ധിച്ച നിയമങ്ങൾ ഇവയാണ്. ദഹനബലിക്കും രക്തം തളിക്കലിനും വേണ്ടി ഇത് സ്ഥാപിക്കപ്പെടുന്ന ദിവസം എന്നെ ശുശ്രൂഷിക്കാൻ എന്നെ സമീപിക്കുന്ന സാദോക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ലേവ്യ പുരോഹിതർക്ക് പാപപരിഹാര ബലിക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അതിൽ നിന്ന് കുറേ രക്തമെടുത്ത് ബലിപീഠത്തിൻ്റെ 4 കൊമ്പുകളിലും തട്ടിൻ്റെ 4 കോണുകളിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടുക. അങ്ങനെ അതിനെ പാപത്തിൽ നിന്ന് പവിത്രീകരിക്കുകയും അതിനുവേണ്ടി പരിഹാരം ചെയ്യുകയും വേണം. നീ പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ വിശുദ്ധ സ്ഥലത്തിന് പുറത്ത് ദേവാലയത്തിൻ്റെ വകയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് ദഹിപ്പിക്കണം. 2-ാം ദിവസം ഊനമറ്റ ഒരു കോലാട്ടുകൊറ്റനെ പാപപരിഹാര ബലിയായി നീ അർപ്പിക്കണം. കാളക്കുട്ടിയെ കൊണ്ട് ബലിപീഠം ശുദ്ധീകരിച്ചതുപോലെ ഇതിനെക്കൊണ്ടും ശുദ്ധീകരിക്കണം. അത് ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഊനമറ്റൊരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമറ്റൊരു മുട്ടാടിനെയും നീ ബലിയർപ്പിക്കണം. നീ അവയെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം. പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് വിതറി അവയെ ദഹനബലിയായി കർത്താവിന് സമർപ്പിക്കും. പാപപരിഹാര ബലിക്കായി ഒരു കോലാടിനെ വീതം 7 ദിവസത്തേക്ക് നീ ബലിയർപ്പിക്കണം. ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമറ്റ ഒരു ആട്ടിൻകൊറ്റനെയും കൂടി നീ പ്രകാരം സമർപ്പിക്കണം. 7 ദിവസത്തേക്ക് അവർ ബലിപീഠത്തിനു വേണ്ടി പരിഹാരം ചെയ്യുകയും അത് ശുദ്ധീകരിക്കുകയും അങ്ങനെ അതിനെ പ്രതിഷ്ഠിക്കുകയും വേണം. 8-ാം ദിവസം മുതൽ നിങ്ങളുടെ ദഹനബലികളും സമാധാന ബലികളും പുരോഹിതന്മാർ ബലിപീഠത്തിൽ സമർപ്പിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. എസെക്കിയേൽ അധ്യായം 44. ദേവാലയത്തിലെ നിബന്ധനകൾ. വിശുദ്ധ സ്ഥലത്തിൻ്റെ പുറത്ത് കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന പടിപ്പുരയിലേക്ക് അവൻ എന്നെ തിരികെ കൊണ്ടുവന്നു. അതടച്ചിരുന്നു.
കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ പടിപ്പുര എപ്പോഴും അടച്ചിരിക്കും, അത് തുറക്കപ്പെടുകയില്ല, ആരും അതിലൂടെ പ്രവേശിക്കുകയുമില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിച്ചിരിക്കുന്നു, അതുകൊണ്ട് അത് അടഞ്ഞു കിടക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പം ഭക്ഷിക്കാൻ രാജാവിന് മാത്രം അവിടെ ഇരിക്കാം. അവൻ പടിപ്പുരയുടെ പൂമുഖത്തിൻ്റെ ഭർഷകവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം. വടക്കേ പടിപ്പുരയിലൂടെ അവൻ എന്നെ ദേവാലയത്തിൻ്റെ മുൻവശത്തേക്ക് കൊണ്ടുവന്നു. കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കമിഴ്ന്നു വീണു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, കർത്താവിൻ്റെ ആലയത്തെപ്പറ്റി ഞാൻ പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും സൂക്ഷിച്ചു കാണുകയും കേൾക്കുകയും ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ദേവാലയത്തിൽ ആർക്ക് പ്രവേശിക്കാം, ആർക്കും പ്രവേശിച്ചുകൂടാ എന്ന് നീ ഓർത്തുകൊള്ളുക. ധിക്കാരികളുടെ ഈ ഭവനത്തോട്, ഇസ്രായേൽ ഭവനത്തോട് തന്നെ പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിന്റെ മ്ലേച്ഛതകൾ അവസാനിപ്പിക്കുക. എനിക്ക് ഭക്ഷണമായ മേധസ്സും രക്തവും സമർപ്പിക്കുമ്പോൾ ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേദിതരായ അന്യരെ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പിച്ച് അതിനെ അശുദ്ധമാക്കുന്നത് നിർത്തുവേൻ. എല്ലാവിധ മ്ലേച്ഛതകൾക്കുമുപരി നിങ്ങൾ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിച്ചില്ല. എൻ്റെ വിശുദ്ധ ആലയം സൂക്ഷിക്കാൻ നിങ്ങൾ അന്യരെ ഏർപ്പെടുത്തി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽക്കാരുടെ ഇടയിലുള്ള ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേദിതരായ അന്യരാരും എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കരുത്. ഇസ്രായേൽ വഴിപിഴച്ച കാലത്ത് എന്നിൽ നിന്നകന്ന് വിഗ്രഹങ്ങളുടെ പിറകെ പോയ ലേവ്യർ അതിനുള്ള ശിക്ഷ അനുഭവിക്കും. ദേവാലയത്തിൻ്റെ പടിപ്പുര കാവൽക്കാരായും ദേവാലയത്തിലെ പരിചാരകരായും അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷകരായിരിക്കും. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബലിക്കും ദഹനബലിക്കുമുള്ള മൃഗങ്ങളെ അവർ കൊല്ലണം. അവർ ജനത്തിന് സേവനം ചെയ്യാൻ ചുമതലപ്പെട്ടവരാണ്. അവർ വിഗ്രഹങ്ങളുടെ മുൻപിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഭവനത്തിന് പാപഹേതുവായി തീർന്നതിനാൽ ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, അവർ തങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ എന്നെയോ എൻ്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ വസ്തുക്കളെയോ അവർ സമീപിക്കരുത്. തങ്ങളുടെ മ്ലേച്ഛതകൾ നിമിത്തം അവർ അവമാനം സഹിക്കണം. എന്നാലും ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പിനും സേവനത്തിനും അതിലെ എല്ലാ ജോലികൾക്കും ഞാൻ അവരെ നിയമിക്കും. ഇസ്രായേൽ ജനത എന്നിൽ നിന്ന് വഴിതെറ്റിയപ്പോൾ എൻ്റെ വിശുദ്ധ സ്ഥലത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്ന സാദോക്കിൻ്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ശുശ്രൂഷിക്കണം. മേധസ്സും രക്തവും എനിക്ക് സമർപ്പിക്കുന്നതിന് അവർ എൻ്റെ മുൻപിൽ നിൽക്കണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുകയും എൻ്റെ മേശയെ സമീപിച്ച് എനിക്കുള്ള ശുശ്രൂഷകൾ അനുഷ്ഠിക്കുകയും വേണം. അകത്തെ അങ്കണത്തിലെ പടിപ്പുരകളിൽ പ്രവേശിക്കുമ്പോൾ അവർ ചണവസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം. അവിടെയും ദേവാലയത്തിനകത്തും എനിക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ രോമം കൊണ്ടുള്ളതൊന്നും അവർ ധരിക്കരുത്. അവരുടെ തലപ്പാവും കാൽച്ചട്ടയും ചണം കൊണ്ടുള്ളതായിരിക്കണം. വിയർപ്പുണ്ടാക്കുന്നതൊന്നും ധരിക്കരുത്. അവർ പുറത്തെ അങ്കണത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ തങ്ങൾ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ച് വിശുദ്ധമായ മുറികളിൽ വെക്കണം. തങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് വിശുദ്ധി ജനങ്ങളിലേക്ക് പകരാതിരിക്കേണ്ടതിന് അവർ മറ്റു വസ്ത്രങ്ങൾ ധരിക്കണം. അവർ തലമുണ്ടനം ചെയ്യുകയോ മുടി നീട്ടുകയോ ചെയ്യാതെ കത്രിക്കുക മാത്രമേ ചെയ്യാവൂ. അകത്തെ അങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ പുരോഹിതൻ വീഞ്ഞു കുടിച്ചിരിക്കരുത്. അവർ വിധവയെയോ ഉപേക്ഷിക്കപ്പെട്ടവളെയോ വിവാഹം ചെയ്യരുത്. ഇസ്രായേൽ ഭവനത്തിലെ കന്യകയെയോ പുരോഹിതൻ്റെ ഭാര്യയായിരുന്ന വിധവയെയോ വിവാഹം ചെയ്യാം. വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. തർക്കത്തിൽ അവർ വിധികർത്താക്കളായിരിക്കണം. എൻ്റെ വിധികൾക്കനുസരിച്ചായിരിക്കണം അവർ വിധിക്കേണ്ടത്. നിശ്ചിത തിരുനാളുകളിൽ അവർ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയും എൻ്റെ സാബത്ത് വിശുദ്ധമായി ആചരിക്കുകയും വേണം. മൃതശരീരത്തെ സമീപിച്ച് അവർ അശുദ്ധരാകരുത്. എന്നാൽ പിതാവ്, മാതാവ്, മകൻ, മകൾ, സഹോദരൻ, അവിവാഹിതയായ സഹോദരി എന്നിവർക്ക് വേണ്ടി അശുദ്ധരാകാം. അശുദ്ധനായതിനു ശേഷം 7 ദിവസം കാത്തിരിക്കട്ടെ. അത് കഴിഞ്ഞാൽ അവൻ ശുദ്ധനാകും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ശുശ്രൂഷയ്ക്കായി അകത്തെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന ദിവസം അവൻ തനിക്കുള്ള പാപപരിഹാര ബലി അർപ്പിക്കണം.
അവർക്ക് പൈതൃക അവകാശമൊന്നും ഉണ്ടായിരിക്കരുത്. ഞാനാണ് അവരുടെ അവകാശം. നിങ്ങൾ ഇസ്രായേലിൽ സ്വത്തൊന്നും അവർക്ക് നൽകരുത്. ഞാനാണ് അവരുടെ സമ്പത്ത്. ധാന്യബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി എന്നിവ അവർക്ക് ഭക്ഷിക്കാം. ഇസ്രായേലിൽ അർപ്പിക്കേണ്ട വസ്തുക്കളെല്ലാം അവർക്കുള്ളതാണ്. എല്ലാ തരത്തിലുമുള്ള ആദ്യഫലങ്ങളിൽ ആദ്യത്തേതും നിങ്ങളുടെ എല്ലാവിധ വഴിപാടുകളും പുരോഹിതന്മാർക്കുള്ളതാണ്. നിങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളുടെ തരിമാവിൽ ആദ്യ ഭാഗം പുരോഹിതന്മാർക്ക് കൊടുക്കണം. താനെ ചത്തതോ പിച്ചി ചീന്തപ്പെട്ടതോ ആയ പക്ഷിയെയോ മൃഗത്തെയോ പുരോഹിതൻ ഭക്ഷിക്കരുത്. സുഭാഷിതങ്ങൾ അധ്യായം 15, 13 മുതൽ 16 വരെ വാക്യങ്ങൾ. സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു. ഹൃദയവധ ഉന്മേഷം കെടുത്തിക്കളയുന്നു. ബുദ്ധിമാന്റെ മനസ്സ് വിജ്ഞാനം നേടുന്നു. ഭോഷന്മാരുടെ വദനത്തിന് ആഹാരം ഭോഷത്വമാണ്. ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലേശഭൂയിഷ്ടമാണ്. സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്നാസ്വദിക്കുന്നു. വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ്.